ഹായ് എവരിവൺ. ഇന്നലെ റിസൾട്ട് വന്ന വിവരം നിങ്ങളിലേക്ക് ആദ്യം എത്തിക്കാൻ സാധിച്ചു എങ്കിൽ പോലും ഒരുപാട് പേർക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. രാത്രി 2 മണിക്കും 3 മണിക്കും രാവിലെ 7 മണിക്കും ഒക്കെ റിസൾട്ട് നോക്കി നമ്മളെ അറിയിച്ച വിദ്യാർത്ഥികളുണ്ട്. അങ്ങനെ 200ഓളം നെറ്റ് വിജയികളാണ് ഇതുവരെ ഐപ്ലസിനെ ഇൻഫോം ചെയ്തിട്ടുള്ളത്. നമ്മുടെ സ്റ്റുഡൻസിന്റെ കൂട്ടത്തിൽ നിന്ന് മാത്രം 20ലധികം JRF വിന്നേഴ്സും 500-നടുത്ത് PhDക്ക് എലിജിബിലിറ്റി നേടിയ വിദ്യാർത്ഥികളുമുണ്ട്. ആ രീതിയിൽ റിസൾട്ട് വന്നുകൊണ്ടേയിരിക്കുകയാണ്, ഇപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾക്കും റിസൾട്ട് ഇപ്പോൾ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ കട്ട് ഓഫുകളെ പറ്റിയൊക്കെ കുറേ ആശങ്കകളുണ്ട്. കഴിഞ്ഞ വർഷം കട്ട് ഓഫ് നേടിയിരുന്നു, പക്ഷേ ഇപ്രാവശ്യം ആ PhD ഓൺലി പോലും കിട്ടിയില്ല, എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നൊക്കെ ചോദിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ഇതൊരു നോം റെഫറൻസ്ഡ് എക്സാം ആണ്. ഓരോ വർഷവും പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ എണ്ണവും അവരുടെ പരീക്ഷയുടെ ഈസിനെസ്സും ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്ത ആളുകളും ഒക്കെ നോക്കിയിട്ട് ആ ടോപ്പ് 1% JRFും അതിന് താഴെയുള്ള 5% ആളുകൾക്കും കൂടി അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പും അതിന് താഴെയുള്ള 10% പേർക്ക് PhD അഡ്മിഷനുള്ള എലിജിബിലിറ്റി ആണ് നൽകുന്നത്. ആ രീതിയിലാണ് കട്ട് ഓഫ് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് റിസൾട്ടുകളൊക്കെ ചെക്ക് ചെയ്താൽ അറിയാം, JRF നേടിയവരുടെ എണ്ണത്തിൽ ഒരു സ്ലൈറ്റ് ആയിട്ടുള്ള കുറവുണ്ട്. നെറ്റ് നേടിയവരുടെ എണ്ണം കഴിഞ്ഞ ജൂൺ സൈക്കിളിനെ കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം സെയിം ആണ്. PhDക്കുള്ള എലിജിബിലിറ്റി നേടിയവർ ഒരു 10,000-ഓളം പേര് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പരീക്ഷയിലെ റിസൾട്ട് കുറച്ചൊരു കുറവ് വന്നിട്ടുണ്ട്. കട്ട് ഓഫ് ഓരോ വിഷയത്തിനും ഇതിനെല്ലാം ഐപ്ലസിന് ട്രെയിനിങ് അവൈലബിൾ ആയിട്ടുള്ള നമ്മൾ കോച്ചിങ് കൊടുക്കുന്ന എല്ലാ സബ്ജക്റ്റുകളുടെയും കട്ട് ഓഫ് കമ്പാരിസൺ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൊമേഴ്സിന്റെ കട്ട് ഓഫ് ഒന്നുകൂടി പിന്നീട് ഡിസംബർ സൈക്കിളിലേക്ക് 2025 ഡിസംബർ ആണ് പച്ച കളറിൽ, ഇളം പച്ച നിറത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. കട്ട് ഓഫ് ഒന്ന് കുറഞ്ഞു വരുന്ന ട്രെൻഡാണ് കാണുന്നത്. അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പിന് ഡിസംബർ 2024 അതേ കട്ട് ഓഫ് ആണ് നെറ്റ് പരീക്ഷയ്ക്ക് നെറ്റിന്റെ കട്ട് ഓഫ് ആയിട്ട് വന്നിരിക്കുന്നത്. PhD ഓൺലിയുടെ കട്ട് ഓഫും ഒന്ന് കൂടിയ ശേഷം കുറയുകയാണ് കൊമേഴ്സ് സബ്ജക്റ്റിൽ ചെയ്തത്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലും നിങ്ങൾക്ക് സിമിലർ ഒരു ട്രെൻഡ് കാണാം. കട്ട് ഓഫ് ഒന്ന് കുറഞ്ഞു, അതായത് ആ പരീക്ഷ ഡിഫിക്കൽട്ട് ആയിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ജൂൺ എക്സാം ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് കുറച്ചുകൂടെ കട്ട് ഓഫ് താഴുകയും ഇപ്രാവശ്യം ഒരു 4 മാർക്കിന്റെ കട്ട് ഓഫ് അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പിന് ഉയരുകയും ചെയ്തു. PhD ഓൺലിക്കും ഏറെക്കുറെ അതേ ട്രെൻഡാണ് കാണാൻ സാധിക്കുന്നത്. എക്കണോമിക്സിന്റെ കാര്യത്തിൽ പരീക്ഷ വളരെ എളുപ്പമായിരുന്നു. അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് 198 നിന്ന് 232 JRFന്റെ കട്ട് ഓഫ് മാറി. ജനറൽ കാറ്റഗറിയുടെ കട്ട് ഓഫുകളാണ് ഇത്. നമ്മുടെ കമ്മ്യൂണിറ്റികളിലെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കട്ട് ഓഫ് ഷീറ്റ് നൽകിയിട്ടുണ്ട്. കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യാനുള്ള ലിങ്കും ഈ വീഡിയോയുടെ താഴെയും ആദ്യ കമന്റ് ആയിട്ടും ഒക്കെ നൽകാം. എക്കണോമിക്സിന്റെ അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പിന്റെ കട്ട് ഓഫ് 30 മാർക്കോളം കൂടി 66.66% എത്തി. PhD ഓൺലിക്കും ആനുപാതികമായിട്ടുള്ള കട്ട് ഓഫിലെ ഇൻക്രീസ് കാണാം. എഡ്യൂക്കേഷൻ ഒരു കൺസിസ്റ്റന്റ് പെർഫോമർ അല്ലേ? രണ്ട് ചോദ്യത്തിന്റെ അല്ലെങ്കിൽ ഒരു ചോദ്യത്തിന്റെ 2 മാർക്കിന്റെ വ്യത്യാസങ്ങളൊക്കെ കട്ട് ഓഫ് തമ്മിലുള്ളൂ. നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നത് പോലെ 180 ആണ് അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പിന്റെ കട്ട് ഓഫ്. ഇംഗ്ലീഷിന്റെ കാര്യത്തിലും ആദ്യത്തെ ഈ ഡിസംബർ 2024 കമ്പയർ ചെയ്യുമ്പോൾ എക്സാം ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് തന്നെ കട്ട് ഓഫ് കുറഞ്ഞു. പക്ഷെ ജൂണിലെ എക്സാമിന്റെ കട്ട് ഓഫിനോട് വളരെ അടുത്ത് ഒരൊറ്റ ചോദ്യത്തിന്റെ വ്യത്യാസമേ ഉള്ളൂ JRFന്റെയും നെറ്റിന്റെയും കട്ട് ഓഫില്. PhD അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പിനും 164 ആണെങ്കിൽ പോലും PhDക്ക് സെയിം ആയിട്ടാണ് കട്ട് ഓഫ് നിലനിൽക്കുന്നത്. ജിയോഗ്രഫി ഗ്രാജുവൽ ആയിട്ട് കട്ട് ഓഫ് ഉയർന്നു വരികയാണ്. JRFന് 224 ആണ്, അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പിന് 194 ആണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത്. PhD ഓൺലി കഴിഞ്ഞ 3 സൈക്കിളിലും കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയാണ്. ഹിസ്റ്ററിയും കട്ട് ഓഫ് ഒന്ന് കുറഞ്ഞിട്ട് ഈ എക്സാമിന് കട്ട് ഓഫ് കൂടിയിരിക്കുകയാണ്. 216 എന്നുള്ള ഉയർന്ന ഒരു കട്ട് ഓഫ് ഇതുവരെ ഇല്ലാത്ത ഈ 3 സൈക്കിളിലെ ഏറ്റവും ഉയർന്ന കട്ട് ഓഫ് ആണ് ഹിസ്റ്ററിക്ക്. പരീക്ഷ താരതമ്യേന എളുപ്പമായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അടുത്ത സബ്ജക്ട് നമുക്ക് നോക്കിയാൽ ലോയും ഹിസ്റ്ററിയുടെ അതേ ട്രെൻഡാണ് കാണിക്കുന്നത്. കട്ട് ഓഫ് ഉയർന്നിട്ട് വീണ്ടും കട്ട് ഓഫ് കൂടുകയാണ് ഇത്തവണ ചെയ്തത്. 10 മാർക്കോളം അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പിന് കൂടി 18 മാർക്കോളം JRFന്റെ കട്ട് ഓഫ് മാറിയതായിട്ടും നിങ്ങൾക്ക് കാണാം. മലയാളവും കൺസിസ്റ്റന്റ് ആയിട്ട് കട്ട് ഓഫ് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. 194, 206, 210, 210 എന്നുള്ള വലിയ ഉയർന്നൊരു കട്ട് ഓഫ് 70% കട്ട് ഓഫിന്റെ സ്കോർ. 300-ൽ 210 നേടിയവർക്കാണ് JRF കിട്ടിയിട്ടുള്ളതെന്ന് കാണാം. അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പിനും അതേപോലെ കട്ട് ഓഫ് 1-2 ചോദ്യങ്ങളൊക്കെ വെച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണ് PhDക്കും. മാനേജ്മെന്റിന്റെ കട്ട് ഓഫ് JRFന് ഒരു ചോദ്യം, അതായത് 220 ആയി.
എന്നാൽ നെറ്റിന് കട്ട് ഓഫ് ഒരു 6 മാർക്ക് കൂടി കുറഞ്ഞ് 186 എത്തിയിരിക്കുകയാണ്. PhD ഓൺലിയും കട്ട് ഓഫ് കുറഞ്ഞിരിക്കുകയാണ്. മാസ് കമ്മ്യൂണിക്കേഷനും കട്ട് ഓഫ് കുറഞ്ഞു വരുന്ന ഒരു ട്രെൻഡാണ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നത് പോലെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പൊളിറ്റിക്കൽ സയൻസിനും കഴിഞ്ഞ പരീക്ഷയിലെ 224ഉം 234ഉം ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ കട്ട് ഓഫ് ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. എക്സാമിന്റെ ഡിഫിക്കൽട്ടി കൂടിയിട്ടുണ്ട് എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. സൈക്കോളജിയുടെ കട്ട് ഓഫും കഴിഞ്ഞ എക്സാമിനേക്കാൾ വളരെ കുറഞ്ഞിട്ടുണ്ട്. JRFന് 234ഉം താരതമ്യേന ഉയർന്ന കട്ട് ഓഫ് ഉള്ള ഒരു പരീക്ഷയാണ് സൈക്കോളജി. അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പിന് 206ഉമാണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത്. ഫിലോസഫിയുടെ കട്ട് ഓഫും കൂടിയാണ് വരുന്നത്. 228 JRFനും 200 നെറ്റിനും. സോഷ്യൽ വർക്കിന്റെ കട്ട് ഓഫും ഗ്രാജുവലായിട്ട് ഏകദേശം ഒരു കൺസിസ്റ്റന്റ് റേഞ്ച് ആണ്. കഴിഞ്ഞ പരീക്ഷയേക്കാൾ ഒരല്പം കൂടുതലാണ് ഇത്തവണത്തെ കട്ട് ഓഫ്. നെറ്റ് നേടാൻ 184 വേണം. സോഷ്യോളജിയും കട്ട് ഓഫ് ഒന്ന് കുറഞ്ഞ ശേഷം കൂടിയ ഒരു സൈക്കിൾ ആയിരുന്നു ഇത്. കഴിഞ്ഞ 3 സൈക്കിൾ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ഉയർന്ന കട്ട് ഓഫുകൾ 232ഉം 208ഉമാണ് കട്ട് ഓഫ് ആയിട്ട് വന്നിരിക്കുന്നത്. ഫിസിക്കൽ എഡ്യൂക്കേഷൻ അതേ റേഞ്ചിൽ തന്നെ നിൽക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെ ജൂൺ 2025 206 208 ആയിട്ട് മാറി. JRFന് 278 176 ആയിട്ട് മാറി. 178ൽ നിന്ന് 176. അപ്പോൾ ഏകദേശം നിങ്ങൾക്കൊരു അനാലിസിസ് പിടികിട്ടിയെന്ന് കരുതുന്നു. ആ ഒരു റേഞ്ച് മിക്ക സബ്ജക്റ്റുകളും കീപ്പ് ചെയ്യും. പരീക്ഷ വളരെ എളുപ്പമാണെങ്കിൽ മാത്രം കട്ട് ഓഫ് ഉയരും. പരീക്ഷ ഡിഫിക്കൽട്ട് ആണെങ്കിൽ കട്ട് ഓഫ് താഴുകയും ചെയ്യും. നിങ്ങളുടെ റിസൾട്ട് എന്ത് തന്നെ ആയാലും, വിജയമാണെങ്കിലും പരാജയമാണെങ്കിലും സെന്റേർഡ് ആയിട്ട് ഇരിക്കുക. മനുഷ്യരാണ്, നമുക്കൊരു ഒരുപാട് സന്തോഷമല്ല ഒരുപാട് വിഷമമൊക്കെ ചിലപ്പോൾ ഒന്ന് തോന്നിയേക്കാം. അതിൽ നിന്ന് തിരിച്ചെത്തുക. വിജയം മത്ത് പിടിപ്പിക്കാതിരിക്കട്ടെ. മുന്നോട്ടുള്ള ജേർണിക്കുള്ള കുതിപ്പിന്റെ ഇന്ധനമാവട്ടെ. നിങ്ങളുടെ സന്തോഷം ഒക്കെ അറിയുന്നുണ്ട്. ഫോൺ വിളികളൊക്കെ ഒരുപാട് വരുന്നുണ്ട്. എന്നാൽ പരാജയപ്പെട്ടവർ നിങ്ങളുടെ പരാജയമല്ല, ഈ പരീക്ഷയ്ക്ക് നടത്തിയ പരിശ്രമം വേണ്ട രീതിയിലേക്ക് എത്തിയില്ല എന്ന് മാത്രമാണ്. ഈ കട്ട് ഓഫ് മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ആ ടോപ്പ് 6ലോ 1% എത്താൻ പറ്റിയില്ല. അതിൻ്റെ അർത്ഥം പരിശ്രമം നിർത്തുക എന്നല്ല, വീണ്ടും നിങ്ങളുടെ നിലവാരം ഉയർത്തുക. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഏറ്റവും മികച്ചവരുടെ കൂട്ടത്തിൽ ഒരാളാവുക. അതിനുള്ള സപ്പോർട്ടായിട്ട് I+ന്റെ ഓഫ്ലൈൻ ക്ലാസ്സുകളും ഓൺലൈൻ ക്ലാസ്സുകളും ഒക്കെ അവൈലബിൾ ആണ്. ഒരുപാട് ഫ്രീ റിസോഴ്സുകളും നമ്മുടെ ഈ ചാനലിലുണ്ട്. അപ്ഡേറ്റുകൾക്കായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ഹൈപ്പ് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക. താങ്ക് യു സോ മച്ച്.